എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോണിലെ മെമ്മറി സ്പേസ് തീർന്നു പോയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി രണ്ടാമത്തെ പാർട്ടായിട്ട് നിർമ്മിക്കുന്ന വീഡിയോയാണിത്. നിങ്ങളുടെ ഫോൺ സ്ട്രക്ക് ആവുകയോ ലാഗ് അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ മെമ്മറി സ്പേസ് തീർന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീഡിയോയും നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിലെല്ലാം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നല്ലപോലെ വർദ്ധിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഫോണിലെ മെമ്മറി സ്പേസ് നിലനിർത്തുന്നത്. ഇപ്പോഴും പുതിയതായിട്ട് ഫോൺ വാങ്ങിയതുപോലെ തന്നെയാണ് ഇപ്പോഴും മെമ്മറി സ്പേസ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിർമ്മിക്കുന്ന രണ്ടാമത്തെ വീഡിയോയാണിത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സ്റ്റോറേജ് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം പാർട്ടായ ഈ വീഡിയോയിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് എങ്ങനെ നിലനിർത്താമെന്നുള്ള അടുത്ത മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അതിനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ഫോണുകളിലുള്ള ഫയൽ മാനേജർ എന്നുള്ള ഒരു ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ആപ്പ് നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിൽ ഉള്ള ഒരു ആപ്പ് തന്നെയാണ്. ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഒരു ഫയൽ മാനേജർ നമ്മുടെ ഫോണുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഫയൽ മാനേജർ തന്നെ മതി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഫയൽ മാനേജർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡിവൈസ് സ്റ്റോറേജ്, അതിന് തൊട്ടപ്പുറത്തായിട്ട് SD കാർഡ് എന്നുള്ളത് കാണാവുന്നതാണ്. അപ്പോൾ ആദ്യമത്തെ ഓപ്ഷനായ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ആദ്യമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തതോടുകൂടി ഇവിടെ ധാരാളം ഫോൾഡറുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ഇവിടെ 3 ഫോൾഡർ ഉള്ളൊരു സ്ക്രീൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ മീഡിയ എന്നുള്ള ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ അടുത്ത സ്ക്രീനിൽ 5 ഫോൾഡറുള്ള ഒരു സ്ക്രീനാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള കോം വാട്സാപ്പ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ വാട്സാപ്പ് എന്നുള്ള ഒരു ഫോൾഡർ കാണാവുന്നതാണ്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള മീഡിയ എന്നുള്ള ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ വരുന്ന അടുത്ത സ്ക്രീനിൽ ധാരാളം ഫോൾഡറുകൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഫോൾഡറുകളെല്ലാം നമ്മുടെ വാട്സാപ്പിലുള്ള മെസ്സേജുകളെല്ലാം വന്ന് സ്റ്റോർ ആകുന്ന ഫോൾഡറുകളാണ്. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വാട്സാപ്പ് വീഡിയോ എന്നുള്ള ഒരു ഫോൾഡറുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് 2 ഫോൾഡർ ഉൾപ്പെടെ താഴോട്ട് ഒരുപാട് വീഡിയോസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പിൽ വരുന്ന എല്ലാ വീഡിയോകളും ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് പ്രൈവറ്റ് എന്നുള്ള ഒരു ഫോൾഡർ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയും ധാരാളം വീഡിയോസ് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. സെൻഡ് എന്നുള്ള ഒരു ഫോൾഡർ കാണാവുന്നതാണ്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മളിത് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം അതിൻ്റെ എല്ലാം ഒരു കോപ്പി
ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളും നമുക്കിവിടെ കാണാവുന്നതാണ് ഈ സെൻഡ് എന്നുള്ള ഫോൾഡറിൽ. അപ്പോൾ നമുക്ക് പുറകോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ എന്നുള്ള ഈ ഫോൾഡറിൽ നമുക്ക് വേണ്ടതുമായ ധാരാളം വീഡിയോസ് കാണും. അതൊക്കെ നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളെല്ലാം വീഡിയോസും ഫോട്ടോസും വോയിസ് മെസ്സേജെല്ലാം ഇതുപോലെ ഓരോ ഫോൾഡറുകളായിട്ട് വന്ന് കിടക്കും. അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിലെ മെമ്മറി സ്പേസ് നല്ലതുപോലെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഇങ്ങോട്ട് വരുന്ന ഫോട്ടോസും വീഡിയോസും വോയിസ് മെസ്സേജുകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്ന് സ്റ്റോറായി കിടക്കുന്നത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിലുള്ള ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം നമുക്ക് ആവശ്യമുള്ളത് നിലനിർത്തുകയും അനാവശ്യമായിട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് SD കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫയലുകളെല്ലാം വീഡിയോസൊക്കെ നമ്മൾ SD കാർഡിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫയലുകൾ ഒഴിവാക്കി കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരുപാട് വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് അപഹരിച്ചെടുക്കുന്നത് വാട്സാപ്പ് മെസ്സേജുകളാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൽ നിന്ന് പുറത്ത് കിടക്കാം. അടുത്ത ഫോൾഡർ വാട്സാപ്പ് സ്റ്റിക്കറാണ്. ഇവിടെ നമുക്ക് വാട്സാപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകളായിട്ടുള്ള സ്റ്റിക്കറുകളാണ് ഇവിടെ വന്ന് നിരന്ന് കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് കവർന്നെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളതൊക്കെ ഫോണിൽ നിലനിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ഫോൾഡറിൽ നിന്ന് ഏതെങ്കിലും ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അത് ഡിലീറ്റായി പോകുന്നതാണ്. അത് വീഡിയോസ് ആയാലും ഇമേജസ് ആയാലും നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൽ നിന്ന് പുറത്ത് കിടക്കാം. ഇനിയുള്ളത് ഇമേജസ് ആണ്. ഇവിടെ നമ്മൾ ധാരാളം ഫോട്ടോകളൊക്കെ ഇവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ വാട്സാപ്പ് വഴി പലപ്പോഴായിട്ട് സെൻഡ് ചെയ്യുകയും നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഇമേജസുകളാണ് ഇവിടെ എല്ലാം വന്ന് കിടക്കുന്നത്. ഇവിടെയും നമുക്ക് മുകളിലായിട്ട് പ്രൈവറ്റ്, താഴെയായിട്ട് സെൻഡ് എന്നീ 2 ഫോൾഡറുകൾ കാണാവുന്നതാണ്. ഇവിടെ ഞാൻ സെൻഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ധാരാളം ഫോട്ടോസുകളൊക്കെ ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഇവിടെ ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് SD കാർഡ് ഉണ്ടെങ്കിൽ SD കാർഡിലേക്ക് മാറ്റുക. SD കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ തൽക്കാലം ഫോണിൽ തന്നെ സൂക്ഷിക്കാനേ മാർഗമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഫോൾഡർ നോക്കാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് പ്രൈവറ്റ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഇതുപോലെ തന്നെ ഇമേജസ് ധാരാളമുണ്ട്. വാട്സാപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും ഇവിടെ ഓരോരോ ഫോൾഡറുകളായിട്ട് ക്രിയേറ്റ് ആയി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും ഈ വീഡിയോയുടെ ആദ്യമത്തെ ഭാഗത്ത് തന്നെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വളരെ ലെങ്ത് കൂടിയിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.